ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് നിങ്ങൾ ഷോർട്സിൽ കണ്ടു കാണുമായിരിക്കാം. കാണാത്തവർക്ക് വേണ്ടി പറയാം. എയ്ത്തിൻ്റെ അതായത് SCERT ടെക്സ്റ്റിലെ 8th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു പോർഷനാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്കുകളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കുക. ഫസ്റ്റ് ട്രൈ ആണ്, യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് പോയിന്റ്സ് ആണ് ഇതൊക്കെ. സ്റ്റോൺ ഏജ്, ആ സ്റ്റോൺ ഏജിൽ വരുന്ന 4 ഏജുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, ചാൽക്കോലിത്തിക് ഏജ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രൊനൗൺസ് ചെയ്യാം, പക്ഷേ എഴുതുമ്പോൾ സ്പെല്ലിങ് ശ്രദ്ധിച്ച് എഴുതുക. ദെൻ നമ്മൾ ഇന്ന് പാലിയോലിത്തിക് ഏജും മെസോലിത്തിക് ഏജിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സോ ഈ നോട്ട്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ടെക്സ്റ്റിൽ നിന്ന് ഞാനായിട്ട് പ്രിപ്പയർ ചെയ്ത നോട്ട്സാണ്. പാലിയോലിത്തിക് ഏജിനെ പറ്റി പറയാം. ആദ്യ മനുഷ്യർ, അതായത് നമുക്കൊക്കെ മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പ്, മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പേ ഉണ്ടായിരുന്ന മനുഷ്യരാണ്. ആദ്യ മനുഷ്യരുടെ കാറ്റഗറിയാണ് നമ്മൾ ഈ പാലിയോലിത്തിക് ഏജിൽ കൂട്ടുന്നത്. അവർ കേവ് പെയിൻറ്റിങ്സിലൂടെയാണ് അവരുടെ ഐഡിയാസ് ആൻഡ് തോട്ട്സ്, പിന്നെ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ നമ്മളിലോട്ട് എത്തിയത് അവർ മുമ്പ് ചെയ്തു വെച്ചിരുന്ന ആ കേവ് പെയിൻറ്റിങ്സിലൂടെയാണ്. അപ്പോൾ ഈ കേവ് പെയിൻറ്റിങ്സിന് അവർ അനിമൽസിനെയും അവരുടേതായിട്ടുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസ് ഇതെല്ലാം ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ പ്ലാനിങ്, അവരുടെ പർപ്പസുകൾ എല്ലാം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നതും ഇതുപോലത്തെ കേവ് പെയിൻറ്റിങ്സിലൂടെയാണ്. കേവ് പെയിൻറ്റിങ്സിൻ്റെ ഫോട്ടോ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പിന്നെ അവർ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കേവ് പെയിൻറ്റിങ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കളേഴ്സ് എങ്ങനെ ഉണ്ടാക്കി? പ്ലാന്റിൻ്റെ എക്സ്ട്രാക്ട്സിനെയൊക്കെ മിക്സ് ചെയ്തിട്ടും ലാറ്ററൈറ്റിൻ്റെ പൗഡർ വേർഷനൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ കേവ് പെയിൻറ്റിങ്സ് ചെയ്തിരുന്നത്. പിന്നെ അവർ അനിമലിൻ്റെ ഫാറ്റിന് ഫ്യൂവലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ മാത്രമേ സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, സൺലൈറ്റ് ഉണ്ടല്ലോ. പക്ഷെ രാത്രി ഇരുട്ടാണല്ലോ, അപ്പോൾ ആ ഇരുട്ടിൽ നിന്ന് ഇരുട്ട് മാറാൻ വേണ്ടിയിട്ട് അവർ അനിമൽ ഫാറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഫ്യൂവലായിട്ട്. പിന്നെ ഹണ്ടിങ് ഒരു മേജർ പർപ്പസ് ആയിരുന്നു അവരുടെ. അവിടെ പ്രത്യേകിച്ച് ജെൻഡർ ഇൻഇക്വാളിറ്റി ഒന്നുമില്ല, എല്ലാവരും ഹണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ ലീഡായിരിക്കും. ആ ഹണ്ട് ചെയ്യുന്നത് അനിമൽസിനെ അവർ തന്നെ കഴിക്കുകയും ചെയ്യും. പിന്നെ അവർ വെപ്പൺസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റോൺസിലും ബോൺസ് ഓഫ് അനിമൽസിനും വുഡ് പീസസ് ഒക്കെ വെച്ചിട്ട് ഒരു വെപ്പൺസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടി? ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഹൈഡ് ആൻഡ് ബാർക്ക് ക്ലോത്ത്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്ലോത്ത്സ് തുന്നാൻ വേണ്ടിയിട്ട് അനിമൽസിൻ്റെ ചെറിയ ബോൺസിനെ നീഡിൽസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭീംബെട്ക എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഒരു സൈറ്റ്, അത് ഈ പാലിയോലിത്തിക് സൈറ്റിന് എക്സാമ്പിളാണ്. അതായത് ഇന്ന സ്ഥലം അവിടെ ഉണ്ട്, ഇന്ന ആൾക്കാർ അവിടെ താമസിച്ചിരുന്നു, അവർ താമസിച്ചിരുന്നതിൻ്റെ എവിഡൻസ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ അവരുടെ ആ ഒരു റിമൈൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവർ റോക്സ് ഷെൽട്ടറായിട്ട് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നു. ദെൻ ഇത്രയാണ് ബേസിക് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. അവരെന്തൊക്കെ ചെയ്തിരുന്നു? അവർ ഈ സ്റ്റോൺസിൽ സ്റ്റാച്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ക്ലേയിൽ ഹ്യൂമൻ ഫിഗേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ വെസൽസ്, അതുപോലത്തെ ബാർക്ക് ഫൈബർ വെച്ചിട്ട് വെസൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പിക്ചേഴ്സ് ഡ്രോൺ ഓൺ ദ ബോൺസ്, അതായത് ബോൺസും അനിമൽസിൻ്റെ ഹോൺസ്, കൊമ്പുകളും ഒക്കെ വെച്ചിട്ട് കേവ്സിൽ പിക്ചേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റോക്സിലൊക്കെ. പിന്നെ അവർ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഐവറിയും കല്ലുകളും ഷെൽസും ബോൺസും ഒക്കെ വെച്ചിട്ട് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അനിമൽസിൻ്റെ ബോൺസ് വെച്ചിട്ട് അവർ ഫ്ലൂട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്ലൂട്ടിനെ പോലുള്ള വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. അടുത്ത് വരുന്നത് മെസോലിത്തിക് ഏജ് ആണ്. ഇത് രണ്ടും അടുത്തടുത്തുള്ള ഒരു ഏജ് പീരീഡാണ്. പ്രത്യേകിച്ച് വലിയൊരു മാറ്റം, ചേഞ്ച് എന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ടൂൾസും ഷാർപ്പ് പോയിൻറ്റ്സും ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ആൾക്കാർക്ക് കുറച്ചുകൂടി ഡെവലപ്പ് ആവാൻ തുടങ്ങി. ചെറിയ ചെറിയ ഡെവലപ്മെൻറ്റുകളാണെങ്കിലും കുറച്ച് ഡെവലപ്പ് ആവാൻ തുടങ്ങിയത് മെസോലിത്തിക് ഏജ് എത്തിയപ്പോഴാണ്. ഹണ്ടിങ് എക്സ്റ്റെൻസീവായി. ഇത് കൂടുതലും ഹണ്ടിങ്ങിലോട്ട് ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങി. ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻസ് തുടങ്ങി ഹണ്ടിങ്ങിൽ. അപ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കും തോറും അനിമൽസ് എക്സ്റ്റെൻഡ് ആവാൻ തുടങ്ങി. ഇപ്പോൾ മമ്മത്തൊക്കെ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ പുതിയ പുതിയ ഫുഡുകൾ അവർ പ്രിഫർ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നേരത്തെ നമ്മൾ കഴിച്ചിരുന്നത് പോലെ അല്ല, അത് വെറൈറ്റീസ് ഓഫ് ഫുഡ്. ഇപ്പോൾ ഗ്രാസ്, ഡോൾഫിന്, ഫിഷ്, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ അവർ പുതിയതായിട്ട് കഴിക്കാൻ തുടങ്ങി. പിന്നെ യൂറോപ്പിലും വെസ്റ്റ് ഏഷ്യൻ ഏരിയാസിലൊക്കെ കൺട്രീസിലൊക്കെ ഇങ്ങനെ ഒരു ഏജ് ഉണ്ടായിരുന്നു. അവിടുത്തെ
റിമെയിൻസ് എവിഡൻസസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ബാഗോർ അനുഗ്രഹം എക്സാമ്പിൾസ് ആണ്. ഇത് ഇത്രയാണ് നേരത്തെ നമ്മൾ പാലിയോലിത്തിക് ഏജിൽ പഠിച്ചതുപോലെ ഒരു ബേസിക് പോയിന്റ്സ്. അവർ ഡോഗ്സിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് അമ്പും വില്ലും ബോസ് ആൻഡ് ആരോസ് യൂസ് ചെയ്യാൻ തുടങ്ങി. നേരത്തെ അവിടെ സ്റ്റോൺ കൊണ്ട് ഉപയോഗിച്ച് ബോൺസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് മാത്രമേ. ഇപ്പോൾ ഇവിടെ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ഫുഡും ടൂൾസും ഓർണമെൻറ്റ്സും ഒക്കെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ ദൂരെയുള്ള അനിമൽസിനെയും ഹണ്ട് ചെയ്യാൻ തുടങ്ങി. ടൂൾസിൻ്റെ ഡെവലപ്മെൻറ്റ് കൂടുന്തോറും നമ്മൾക്ക് ചെയ്യുന്നതിൻ്റെ ഇത് കൂടും. അങ്ങനെയാണ് ഹണ്ടിങ് എക്സ്റ്റെൻസീവ് ആയതും എക്സ്റ്റെൻഷൻസ് പല അനിമൽസിനും നടന്നതും. പിന്നെ ഒരു സെറ്റിൽഡ് ലൈഫ് തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. മുമ്പുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും റോക്കിന് എന്തെങ്കിലും ചേഞ്ച് വരികയോ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ആൾക്കാർ മാറാൻ തുടങ്ങും. പക്ഷേ ഇവിടെ ഒരു സെറ്റിൽഡ് ലൈഫ് ആൾക്കാർ തുടങ്ങി. പിന്നെ നേരത്തെ ഉള്ളൊരു എന്തെങ്കിലും ഒരു എവിഡൻസ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ യൂസ് ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തോട്ട് പോകാനുള്ളൊരു രൂപരേഖ നാവിഗേറ്റ് ചെയ്യാൻ ഒരു നാവിഗേഷൻ പർപ്പസ് തുടങ്ങിയത് ഈ ഏജിലാണ്. ഇത്രയേ ഉള്ളൂ ഇതിനെ പറ്റിയിട്ടുള്ളൊരു ബ്രീഫ് നോട്ട്. നമുക്ക് ഇത്രയൊക്കെ പഠിച്ചാൽ മതി. ഈ ഒരു ഇതിന് എക്സാമിന് എഴുതേണ്ടത് എങ്ങനെയാണ് എന്നുള്ളൊരു ഐഡിയ കിട്ടണം. ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാലും എഴുതാനൊരു സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ ഈ പോർഷൻ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാൻ പറ്റും. ഏകദേശം സിമിലർ പോയിന്റ്സ് ആണ്. കുറച്ച് ഡെവലപ്മെൻറ്റ് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബേസിക്കലി രണ്ടും സെയിം ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു ഫോർ ഹിയറിങ് മീ. താങ്ക് യു. ക്ഷമിക്കുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ഫസ്റ്റ് ടൈമാണ്. സോ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കും. താങ്ക് യു.